ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി പായസത്തിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ വീട്ടിലുള്ള സാധാരണ ചേരുവകൾ മാത്രം വെച്ചിട്ടാണ് ഇത് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. ഒരു ഗസ്റ്റ് വന്നാൽ പോലും പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കി കൊടുക്കാൻ പറ്റും. അത്രയും ടേസ്റ്റിയാണ്. എന്നാൽ വളരെ ചെറിയ സാധനങ്ങൾ, വീട്ടിലുള്ള സാധാരണ ചേരുവകൾ മാത്രമാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പായസം എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതേപോലെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ വരുന്ന നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് നന്നായിട്ട് മെൽറ്റ് ആകുമ്പോൾ ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. റവ വറുത്തതോ വറുക്കാത്തതോ ഉപയോഗിക്കാം. വറുത്തതാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. വറുക്കാത്ത റവയാണെങ്കിൽ ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഞാൻ വറുക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത്. ഈ റവയൊന്ന് നന്നായിട്ട് മൂത്തിട്ട് നല്ല മണം വരും. അതുവരെ നമ്മളിതൊന്ന് വറുത്തെടുക്കണം കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ നിന്ന് അല്പം കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിത് വറുത്തെടുക്കാൻ. അപ്പോൾ റവ കരിഞ്ഞു പോകില്ല. നല്ല മരുമരാന്ന് വറുത്ത് നല്ല അടിപൊളി മണം വരും. ഈ സമയത്ത് നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ 250 ml കപ്പിൽ 1.5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ പച്ചവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതൊരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഹൈ ഫ്ലെയിമിലേക്ക് വെക്കണ്ട. അപ്പോൾ വേഗം വെള്ളം വറ്റിയിട്ട് റവ വേകൂല. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് ചൗവരി അഥവാ സാബുനരി എടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് വേവിച്ചെടുത്തതാണ്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സാബുനരി കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പാലാണ്. ഞാൻ 1/2 ലിറ്ററിൻ്റെ പാലിൻ്റെ അളവാണ് പറയുന്നത്. 1 കവർ പാലിൻ്റെ അളവാണ് പറയുന്നത്. നിങ്ങൾ കൂടുതൽ പാലെടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ബാക്കിയുള്ള എല്ലാ ചേരുവകളും കൂട്ടിയെടുക്കാനും ശ്രദ്ധിക്കുക. ഇപ്പോൾ ഞാൻ മെനഞ്ഞാന്ന് എൻ്റെ പല്ലൊന്നും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഇന്നലെ വീഡിയോ ഇടാൻ പറ്റാതിരുന്നതും. കുറച്ച് നീരും വേദനയൊക്കെ കാര്യങ്ങളുണ്ട്. ഇപ്പോഴും കുറച്ചൊക്കെ നീരുണ്ട്. അപ്പോൾ അതാണ് സംസാരത്തിൽ ചെറിയൊരു വ്യത്യാസം തോന്നുന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ 1/2 ലിറ്റർ പാല് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിന് മുമ്പായിട്ട് ഞാൻ ഇതിലേക്ക് എന്താ പറയുക, കുങ്കുമപ്പൂ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പിഞ്ചോളം വരുന്ന കുങ്കുമപ്പൂവാണ് ചേർത്ത് കൊടുക്കുന്നത്. കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കുക. നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഒരു നല്ലൊരു ലൈറ്റ് മഞ്ഞ കളറും ഉണ്ടാവും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പായസമായിരിക്കും. ഇല്ലെങ്കിൽ ഇത് ഒഴിവാക്കാവുന്നതാണ്. എന്നിട്ടിത് നന്നായിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് വറുത്തിട്ട് കൊടുക്കാം. ഇത്രേ ഉള്ളൂ. നന്നായിട്ട് വേവിച്ച് തിളപ്പിച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഞാൻ 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ട് ചേർത്തിട്ടില്ല. കുറച്ച് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് തിളപ്പിച്ചിട്ട് മധുരം നോക്കിയിട്ട് വീണ്ടും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ 1/2 ലിറ്റർ പാലിൻ്റെ അളവിൽ പറഞ്ഞ എല്ലാ ഇൻഗ്രീഡിയൻസും കറക്റ്റ് ഭാഗമാണ്. അപ്പോൾ ഇനി ഇത്രേ ഉള്ളൂ. ഇതിലേക്ക് ഒരു 3 ഏലക്കായ ചതച്ച് ചേർത്ത് കൊടുക്കാം. ഏലക്കായ കയ്യിലില്ലെങ്കിൽ വാനില എസൻസ് ഒരു 1/2 ടീസ്പൂൺ ഏറ്റവും അവസാനം, ഫ്ലെയിമൊക്കെ ഓഫാക്കി ഏറ്റവും അവസാനം ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് കുറുകി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഏകദേശം ഒരു 7-8 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു അടിപൊളി പായസമാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് മുന്തിരിങ്ങ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അണ്ടിപ്പരിപ്പ് മാത്രം വറുത്തതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള ഈ ഒരു അടിപൊളി പായസം തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നതിൻ്റെ എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.